ഹലോ ഗൈസ്, വെൽക്കം ടു ഗ്രോയിങ് കിങ്ങേഴ്സ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഗൈസ്? ഇന്ന് കളക്ടർ ലീവൊക്കെ തന്ന എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കുന്നു വീട്ടിൽ. നമുക്ക് 3 days കണ്ടിന്യൂസ് ആയിട്ട് ലീവാണ്, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഞാൻ ഓർത്തുനിന്ന് നല്ല മഴ കാണുമെന്ന്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. 1 മണിക്കൂർ മാത്രമേ സൂര്യൻ വന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളെ കളക്ടർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുമെന്നു സൂര്യൻ. കളക്ടർ എന്ന് ലീവാന്ന് പറയുന്നു അന്ന് സൂര്യൻ ഉദിക്കും, മഴ കാണത്തില്ല. ഇന്ന് ഒരു തുള്ളി മഴ ഇവിടെ പെയ്തില്ല. 9:30 ആയപ്പോൾ ചെറുതായിട്ടൊന്ന് തോളി, അത് കഴിഞ്ഞിട്ട് പിന്നെ പെയ്തേയില്ല. ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആവാറായി. എന്ത് ചെയ്യാനാ ഗൈസ്, നമ്മൾ ആഗ്രഹിക്കുന്നത് വരെ കിട്ടുന്നത് വരെ. ഞാൻ നല്ല മഴയൊക്കെ ആയിരിക്കും ഓർത്തു, കാരണം നല്ല രസമല്ലേ മഴയത്ത്. ലീവുള്ള ദിവസം നല്ല മഴയത്ത് പൊതിച്ചു കിടന്നിറങ്ങാൻ കഴിഞ്ഞില്ല ഗൈസ്, നല്ല വെയിലായിരുന്നു. സോ സാരമില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടി. കുറച്ചെണ്ണം കിട്ടിയത് ഒരു അരമുറി കാണും. അപ്പോൾ ആ അരമുറി ചക്ക കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, കാരണം നല്ല ലീവല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു സാധനം ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ കുമ്പളലയുണ്ടേ, അപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് മാത്രമല്ല വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ പണ്ട് ഉണ്ടാക്കി കഴിയുന്ന സാധനമാണിത്. ഇത് വേറൊരു വൈബ്, നല്ല ടേസ്റ്റ് ആട്ടോ. മഴയത്ത് ഈ കുമ്പളപ്പവും നല്ല കട്ടൻ ചായയൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ പറയുന്നത് നല്ല രസമാണ്. പക്ഷേ നമുക്കെല്ലാം കൂടെ ഒന്നും ഒത്തു വന്നില്ല. ചക്കപ്പഴം കിട്ടി, പക്ഷെ മഴ പെയ്തില്ല ഗൈസ്. നിങ്ങൾക്ക് എന്നെ ബാക്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റും, നല്ല വെയിലാണ്. സമയം 5:30 ആയി വൈകുന്നേരം, എന്നിട്ടും വെയിൽ മാറിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഒരു തുള്ളി മഴ ഇവിടെ പെയ്തിട്ടില്ല. രാവിലെ പെയ്ത കുറച്ച് മഴയല്ലാതെ വേറെ പെയ്തിട്ടേ ഇല്ല. ഇത് തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്ത് നല്ല വെയിലും, കിഴക്ക് ഭാഗത്താണെങ്കിൽ കുറച്ച് മഴക്കാറും ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും വൈകുന്നേരം മഴ വരുമെന്ന്. പക്ഷെ മഴ വന്നില്ല ഗൈസ്. മഴ വന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ രീതിയിലുള്ള കുമ്പളപ്പം, അതായത് എൻ്റെ നാട് കോട്ടയാണ്, കോട്ടയം സ്റ്റൈലിൽ എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വരും ഗൈസ്. ഇതാണ് കുമ്പളല എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുപ്രദേശത്തിൽ ധാരാളമായി കാണുന്നുണ്ട്. നമ്മളിവിടെ ചെറിയൊരു മരം പോലാണ്. ഇത് കപ്പയാട്ടോ. ഈ കാണുന്നതിനാണ് കുമ്പളല. അപ്പം അത് ഞാൻ കുറേ ഇല പറിച്ചിരുന്നു, പക്ഷേ അത് തീരെ ചെറുതാണ്. നമുക്ക് കാരണം ഇതുപോലെ വലുപ്പമുള്ളത് വേണം. അതെല്ലാം താഴെയാണ് നിൽക്കുന്നത്. കുറച്ചില മതി, കാരണം നമുക്ക് അധികം ചക്കപ്പഴം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ ഞാൻ ഇത്ര ഇല പറിച്ചിട്ടുണ്ട്. നമുക്കിനി ചക്കപ്പഴം എടുക്കാം ഗൈസ്. അരമുറി ചക്ക മുറിച്ചപ്പോൾ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ബാക്കി ഫുൾ എൻ്റെ അനിയനാണ് തിന്നത്. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ, ഈ ഉള്ള ചക്കപ്പഴം വെച്ചിട്ട് നമുക്ക് ചെറിയൊരു കുമ്പളപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി എടുക്കാം, അല്ലാത്തവർക്ക് മൈദ എടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം. ഗോതമ്പ് പൊടിയാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലോട്ട് കുറച്ച് ജീരകവും ഏലക്കയില്ലേ, ഏലക്കയും കൂടെ പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കാൻ പോകുന്നതാണ് നമ്മളെ ചുക്കുപൊടിയില്ലേ, കുറച്ച് ചുക്കുപൊടി ഇടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, ഒന്ന് നല്ല സ്മെല്ലൊക്കെ കിട്ടും. ചുക്കുപൊടി എടുക്കുക. പിന്നീട് നമ്മുടെ തേങ്ങ ചിരവിയതും, പിന്നെ നമ്മുടെ ശർക്കരയാണ് കേട്ടോ. ഈ ശർക്കരയ്ക്ക് പകരം ചില ആൾക്കാർ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ശർക്കര ആയിരിക്കും നല്ല കുറച്ച് ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇടുവാണെങ്കിൽ നല്ല കേട്ടോ, ടേസ്റ്റ് നല്ലതായിരിക്കും. മധുരം മാത്രമാകുമ്പോൾ രസമില്ലല്ലോ. നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കിയാലും അതിലൂടെ കുറച്ച് ഉപ്പ് ഇടുമല്ലോ, അങ്ങനെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക. അടുത്തെല്ലാം അവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. കുമ്പളപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കുഴയ്ക്കുന്ന രീതിയാണ്. കാരണം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം നല്ലപോലെ മിക്സ് ആവണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മളെ കുമ്പളല പറിച്ചില്ലേ, ആ കുമ്പളയുടെ ഫ്ലേവർ കൂടെ ആകുമ്പോഴത്തേക്കും വല്ലാത്തൊരു ടേസ്റ്റാണ് ഗൈസ്. ഇത് ഇളക്കുക എന്ന് പറയുന്നത് കുറേ വലിയ ടാസ്ക്കാണ്. നല്ലപോലെ ഇളക്കി, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല, വെള്ളം ഉപയോഗിക്കാതെ തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ചക്കപ്പഴത്തിൻ്റെ ഒരു ഇത് കാണുമല്ലോ, ആ വെറ്റ്നസ് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇത് കുഴച്ചെടുക്കുക ഗൈസ്. അങ്ങനെ നമ്മളത് മിക്സ് ചെയ്ത് ഉരുട്ടി ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനം ഇലയിലോട്ടാക്കി വെക്കണം ഗൈസ്. കുമ്പളപ്പത്തിൻ്റെ ഇല കുത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അതായത് കുമ്പളിൻ്റെ ഇല പോലാണ് ചെയ്യുന്നത്. നോക്കി, കുമ്പിള് പോലെ കുത്തും. അതായത് ഒരു എന്താ പറയുക, ഒരു കോപ്പയുടെയൊക്കെ ഷേപ്പ്, കോപ്പയല്ല എന്താ പറയുക, ഒരു ചോർപ്പിൻ്റെയൊക്കെ ഷേപ്പ് പോലെ കുത്തും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി. ഇത് ഭയങ്കര ടൈറ്റാണ് ഗൈസ്, സേഫാണ് സംഭവം. ഇനി ഇതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പാത്രത്തിലേക്ക് വെക്കുക. ഇതെല്ലാം ആവിയിലാണ് പുഴുങ്ങുന്നത്. പിന്നെ ഷേപ്പ് കണ്ടോ ഗൈസ്, ഒരുമാതിരി ട്രയാങ്കിൾ പോലെ അല്ലേ, കൊള്ളാം അല്ലേ. ഇത് എളുപ്പമാണ് ഇത് കുത്തുന്നത്, എക്സ്പെർട്ടാണ് കേട്ടോ അമ്മ. എനിക്ക് അത്രയ്ക്കും വരില്ല, ഞാൻ കുത്തി പെട്ടെന്ന് അഴിഞ്ഞൊക്കെ പോകും. എന്നിട്ട് ഇത് ചെറിയ ഉരുളകളാക്കി വെക്കുക. അധികം നമ്മൾ തിക്ക് ചെയ്ത് വെക്കണ്ട, കാരണം അത് വെന്ത് വരാൻ പാടായിരിക്കും. കുറച്ച് ലൂസായിട്ട് വെച്ചാൽ മതി കേട്ടോ ഗൈസ്. അത്രയും മാവ് കൊണ്ട് നമുക്ക് ഇത്രയും എണ്ണം ഉണ്ടാക്കാൻ പറ്റി. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 എണ്ണം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് എന്ത് ചെയ്യണം, ഇനി ഇത് മൂടിയിട്ട് നമ്മളെ ഗ്യാസിൽ വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കാം ഗൈസ്. നമ്മൾ 20 മിനിറ്റ് നല്ലപോലെ ഇത് വേവിക്കണം. ആവിയില വേവുന്നത് കൊണ്ട് കുറേ ടൈം എടുക്കും. 20 മിനിറ്റ് നമുക്ക് മാക്സിമം മതി, കാരണം നമ്മൾ അധികം കുത്തി നിറച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞു, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല മണമായിട്ട് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ തുറന്നു, നല്ല പുകയാണ് ഇവിടെ എല്ലാം. എന്താ പറയുക, ഇതിന് നല്ല മണം അടിച്ചിരിക്കുകയാണ് ഗൈസ്.
അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഗൈസ് നല്ല ചൂട് കട്ടൻ ചായയും പിന്നെ നമ്മൾ കുമ്പളപ്പൂ. പക്ഷേ മഴയില്ല ഗൈസ്, മഴയും കൊണ്ടായിരുന്നെങ്കിൽ നമ്മളെ വയറ് ഫുള്ള് സെറ്റായത്. പക്ഷേ മഴയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സാധനം കഴിക്കാം. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, നല്ല ടേസ്റ്റായിരിക്കും. ചെയ്ത് കഴിച്ചു നോക്കാം. കാരണം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റാണ്. മണം അടിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ല സ്മെല്ലായിരുന്നു ഇവിടെ ഫുള്ളും. ഹായ് നോക്കി ചക്കയുടെ ഇത് കാണുന്നുണ്ടോ? കഴിച്ചു നോക്കാം. അടിപൊളിയാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, ആ ഏലക്കയുടെ ചക്കൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. കൊള്ളാം, സൂപ്പർ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചക്കപ്പഴം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം. ഇനിയിപ്പോൾ കുമ്പളനില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കില്ല, നിങ്ങൾക്കിത് വാഴയിലയോ അല്ലെങ്കിൽ കാമ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുമ്പളനി ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അതിന് സ്മെല്ലൊക്കെ വേറെയാണ്. പക്ഷെ നമുക്ക് ഉണ്ടാക്കിയാൽ ഓക്കെ, കുഴപ്പമില്ല, ഇത്രയും ടേസ്റ്റ് വരില്ല കേട്ടോ.